ഹലോ എവരി വൺ, MRHൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഓക്കെ, നമ്മളുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് ലിമിറ്റ് വരുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക എന്നാൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ എന്തായാലും ലിമിറ്റുള്ള ഇൻ്റഗ്രേഷനും ലിമിറ്റ് തരാത്തുണ്ട്. അതായത് ലിമിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോവർ ലിമിറ്റാണ്, ഈ 1 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എന്താണ് 0 to 1 1/1 + x² dx ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനെന്ന് വെച്ചാൽ വേറെ മെത്തേഡ് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണിത്. ഇൻ്റഗ്രൽ 1/1 + x² എന്ന് പറഞ്ഞാൽ dx എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ 1/1 + x² dx എന്ന് കണ്ടാൽ അതിൻ്റെ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യാം, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക 0 മുതൽ 1 വരെ. ഓക്കെ, അപ്പോൾ 0 മുതൽ 1 വരെ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രേഷൻ്റെ ഈ സിമ്പൽ പിന്നെ ഇടരുത്. എസ് പോലത്തെ ഈ സിമ്പൽ നമ്മൾ പിന്നീട് ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ റിസൾട്ട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആകെ പണിയുള്ളത്, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. ടാൻ ഇൻവേഴ്സ് 1, ഓക്കെ, മൈനസ് ടാൻ ഇൻവേഴ്സ് അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കുക 0. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക നോക്കുക. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ ഏതോ ഒരു ആംഗിൾ എടുക്കുമ്പോൾ 1 ഉത്തരം കിട്ടും. ടാൻ്റെ ഏത് ആംഗിളാണ് 1? 45 ഡിഗ്രിയാണ് 1. ഇത് ഡൗട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, അതിങ്ങനെ അറിയില്ല എങ്കിൽ എന്താ കാൽക്കുലേറ്ററിൽ ഇതേപോലെ തന്നെ അടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ ഇൻവേഴ്സ് അടിക്കുക? ഷിഫ്റ്റ് അടിച്ചിട്ട് ടാൻ അടിച്ചാൽ ഇൻവേഴ്സ് വരും. എന്നൊരു 1 എന്ന് അടിച്ചാൽ അപ്പോൾ നമുക്ക് അവിടെ 45 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക എന്താണ്, ട്രിഗണോമെട്രിയിൽ 45 ഡിഗ്രിക്ക് പകരം അതിൻ്റെ റേഡിയൻ വാല്യൂ ആണ് യൂസ് ചെയ്യുക. എന്താണ് റേഡിയൻ വാല്യൂ? 45 ഡിഗ്രിയുടെ റേഡിയൻ വാല്യൂ എത്രയാണ്? 5/4 ആണ് അല്ലേ. 5/4 ആണ് 45 ഡിഗ്രിയുടെ റേഡിയൻ വാല്യൂ. അപ്പോൾ എന്താണ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 5/4 എന്ന് കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാലോ, ടാൻ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ടാൻ ആണ് സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ സൈൻ 0 ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്, ടാൻ 0 ആയിരിക്കും. ഇനി അത് ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, ഏത് വാല്യൂ വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 0 എന്ന് കിട്ടും. അതായത് എന്താണ് 5/4 എന്ന് 0 കുറച്ചാൽ ഫൈനൽ ആൻസർ 5/4 എന്ന് കിട്ടും. ഏതൊരു ടേമിൽ നിന്നും 0 കുറച്ചാൽ എന്താണ്, അത് തന്നെ കിട്ടുക. ഇനി അതല്ല, നിങ്ങൾ 45 ഡിഗ്രി എന്ന് എഴുതി വെച്ചാലും കറക്റ്റാണ്, അതിന് മാർക്ക് കിട്ടും. ഒന്നെങ്കിൽ 5/4 എന്ന് എഴുതുക, അല്ലെങ്കിൽ 45 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്.